ഹലോ ഹായ് എവരി വൺ. എല്ലാ ദിവസവും ചെയ്തു പറയുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അബ്സല്യൂട്ട് ബിയറിഷ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ബിക്കോസ് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇന്നലത്തെയൊക്കെ FIDA ഡാറ്റയൊക്കെ നമുക്ക് നെഗറ്റീവ് സൈൻ ആയിരുന്നു. കംപ്ലീറ്റ്ലി നമ്മൾ ബിയറിഷ് സെന്റിമെന്റ്സിലായിരുന്നു നമ്മളും ഏകദേശം ഇന്ന്. അതോടൊപ്പം നമുക്ക് ഇന്ന് ഒരു ഇവന്റും ഉണ്ടായിരുന്നു, RBIയുടെ ഇവന്റ് ഉണ്ടായിരുന്നു. ഇവന്റ് പ്ലസ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡോഷ് കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ന്യൂസ് ഒക്കെ അതിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ബട്ട് അതൊരു വല്ലാത്തൊരു നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ അത് നെഗറ്റീവ് ആയിട്ടും കാണാൻ കഴിയില്ല. ബിക്കോസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ. റിപ്പോ റേറ്റ് ഒക്കെ ഏകദേശം അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ജസ്റ്റ് കോൾ റിപ്പോ റേറ്റിൽ എന്തോ ഒരു ചെറിയ മീൻസ് കുറച്ചൊന്ന് കൂട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് അങ്ങനെ ഇത്രയും ഒരു ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് മാർക്കറ്റിന്റെ എന്താ പറയുക, നമ്മൾ ഓൾറെഡി ആ ബിയർ സെന്റിമെന്റ് ആയതുകൊണ്ട് ഒരു അൺഡിസിഷൻ പോലെ ഒരു ഡോവിഷ് കമന്റ് പോലെയൊക്കെ വന്നപ്പോഴത്തേക്ക് മാർക്കറ്റ് അതിനനുസരിച്ച് ബിഹേവ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ മോർണിംഗിൽ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ റിപ്പോർട്ടും ചെയ്തിരുന്നു. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ ആ ഒരു ലെവല് ഫോളോ ചെയ്ത് മീൻസ് രാവിലെ തന്നെ പൊസിഷൻസ് എടുക്കണ ശ്രദ്ധിക്കുക. ഇവന്റ് കഴിഞ്ഞാലാണ് ഒരു ട്രെൻഡ് മനസ്സിലാവുള്ളൂ. അതിന് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മെസ്സേജ് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പുട്ട് ഓപ്ഷൻസിന്റെ ഒക്കെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി അല്ലായിരുന്നു. എക്സ്പയറി ഡേയും കൂടി ആയിരുന്നെങ്കിൽ കുറച്ച് പേര് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയാണ്. ബിക്കോസ് എക്സ്പയറി ഡേ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. ബിക്കോസ് 1000 ഫോളിന്റെ പാളാണ് എവേ പുട്ട് മീൻസ് ഒരു 500 എവേ നിങ്ങൾ പുട്ട് മീൻസ് ഒരു ഹീറോ മീൻസ് 0 to ഹീറോ ചെയ്താലും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവുമായിരുന്നു. ബിക്കോസ് ഇന്ന് എക്സ്പയറി ആയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ദെൻ ഇനി നിഫ്റ്റിയിലാണെങ്കിൽ ഒരു 300 പോയിന്റ്സ് വന്നു, എന്നാലും നിഫ്റ്റി ഒരു സപ്പോർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിവേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ബിയറിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ആൻഡ് എല്ലാവരും ടെലിഗ്രാം ചാനലും ഈ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇൻട്രാഡേ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. അതോടൊപ്പം ഇനി നമുക്ക് എക്സ്പയറീസ് ഒക്കെ കഴിഞ്ഞു ആൻഡ് നമുക്കിനി നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നെ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണോ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കൊക്കെ കാണാം. സപ്പോർട്ട് ലെവൽസ് ഒക്കെ നാളെ മുതൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തിരിക്കാനേ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ആൻഡ് എല്ലാവരും ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതാണ് നിഫ്റ്റി. നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ തന്നെയാണ്. മീൻസ് ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയത്. ഡേ ഹൈ അത് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഡേ ഹൈയിൽ പിന്നെ നിഫ്റ്റി ഡേ ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. അപ്പോൾ 22,000 മേളിലാണ് ഓപ്പൺ കിട്ടിയെങ്കിലും അവിടെ നിന്നൊരു ഫോളോ വന്നു. പിന്നെയും ഒന്ന് ഇതാക്കാൻ നോക്കി, അപ്പോഴും ഡേ ഹൈ ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഡിമാൻഡ് സോണിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് കാണാം. ഡിമാൻഡ് സോൺ സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് മീൻസ് ഇത് RBIയുടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയത്. അവിടെ നിന്നാണ് നമുക്ക് ആ ഫോൾ ഉണ്ടായത്. പിന്നെ നൈസായിട്ട് ഒരു റിക്കവറിക്ക് ശ്രമിച്ചു. ഈ ഒരു ഏരിയ നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായി. ഈവൻ ആ ഒരു ഏരിയയിൽ ക്ലോസിംഗ് ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നതും. ബട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണി 2 o'clock ആയപ്പോഴേക്കും പിന്നെയും ഒരു ഫോൾ ഉണ്ടായി. അതിന് മെയിൻ കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഫോൾ തന്നെയാണ്. ദെൻ ലാസ്റ്റ് നമുക്കൊരു റിക്കവർ. നമ്മൾ പറഞ്ഞ 21,700 എന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽ ഓഫ് സപ്പോർട്ടും നമുക്ക് അവിടെ കാണാം. അപ്പൊ അങ്ങനെയാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോള് മീൻസ് ഒരു ഇൻട്രാഡേ അനാലിസിസ് എന്ന് പറയാൻ നമുക്ക് കഴിയാം. ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഡിമാൻഡ് സോണിലാണ് നല്ല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ എടുത്തിരുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ സപ്പോർട്ട് എടുക്കാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടായി. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നല്ല രീതിയിൽ വീണത്. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രാഡിലൊന്നും അവിടെ ഫസ്റ്റ് നമ്മൾ ആദ്യം ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഫേക്ക് ഔട്ട് കാണാം. എങ്ങനെയാണ് ഫേക്ക് ഔട്ട് ഉണ്ടാകണത് എന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ക്യാൻഡിൽ വന്നു, സെക്കൻഡ് ക്യാൻഡിൽ റെഡ് ആയി. ആ ക്യാൻഡിലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 46th ഒരു ഫേക്ക് ഔട്ടാണ് അവിടെ ഉണ്ടായേക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് ഈസി ആയിട്ട് സോണും ബ്രേക്ക് ചെയ്തിട്ടാണ് നേരെ
ബാങ്ക് നിഫ്റ്റി താഴേക്ക് വീണേക്കുന്നത്. പിന്നെ അവിടെ നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ബാങ്ക് നിഫ്റ്റി തന്നു. അതൊരു നല്ല ഹോപ്പായിരുന്നു. 45,500 മേലിലൊരു ക്ലോസിംഗ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായി. ബട്ട് അവിടെ നിന്നും ബാങ്ക് നിഫ്റ്റി പോയി. ബാങ്ക് നിഫ്റ്റി ലാസ്റ്റും ചെറിയൊരു റിക്കവറി ആണ്. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് 45ന്റെ താഴെ വരെയും പോയായിരുന്നു. എന്നാലും ബാങ്ക് നിഫ്റ്റിയാണ് കുറച്ചും കൂടി ഒരു പാനിക് സെല്ലിംഗ് ഉണ്ടായേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ മീൻസ് ബാങ്ക് നിഫ്റ്റി വെയിറ്റേജ് വരുന്ന സ്റ്റോക്ക് എല്ലാം നിഫ്റ്റി സ്റ്റോക്ക് എല്ലാം ഇന്ന് ഡൗൺ ആണ്. നമ്മളൊരു നിഫ്റ്റി വെയിറ്റേജ് വെച്ച് നോക്കുമ്പോൾ എല്ലാം ITC, കൊടാക്, ICICI, ആക്സിസ് ബാങ്ക്, HDFC ഓൾമോസ്റ്റ് ബാങ്കിങ് സ്റ്റോക്കാണ് മാക്സിമം ഇന്ന് ഫോൾ ഉണ്ടായേക്കണം. അതിൻ്റെ ഒപ്പം തന്നെ IT സ്റ്റോക്കും ആൻഡ് റിലയൻസ് ഒന്ന് പോസിറ്റീവ് ആയിട്ടുണ്ട് ആൻഡ് TCS. ആൻഡ് നിഫ്റ്റിനെ കുറച്ചും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കുന്നത് റിലയൻസ് ആൻഡ് TCS ആണ്. ബാക്കിയെല്ലാം ഇന്ന് റെഡിഷ് ആയിട്ട് മീൻസ് റെഡ് ആയിട്ടാണ് അവസാനിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് ഓവറോൾ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു OA അനാലിസിസ് നോക്കാം. നെക്സ്റ്റ് വീക്കിലേക്കുള്ള OA അനാലിസിസ് നോക്കാം. ഫസ്റ്റ് നിഫ്റ്റിയുടെ നോക്കാം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ OA നോക്കുമ്പോൾ 21,700 ഒരു പോസിറ്റീവായിട്ട് സ്ട്രാഡിലുണ്ട്. മാക്സിമം റെസിസ്റ്റൻസ് 22,000 ആൻഡ് സപ്പോർട്ട് കുറച്ച് കുറഞ്ഞ് തന്നെ വരുന്നുണ്ട്. 1 ആണ് PCR കാണിക്കുന്നത്. വീക്ക്നെസ് തന്നെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് ഇവിടെയും. എനിവേ 21,700 സ്ട്രാഡിലും 21,500 സപ്പോർട്ടും 22,000 റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇനീഷ്യൽ നമുക്ക് പറയാം. അപ്പോൾ 21,700 സ്ട്രാഡിൽ വിത്ത് സപ്പോർട്ടാണ് 21,700 ഇവിടെ ആയിട്ട് വരും. ഓക്കെ, 21,700 സ്ട്രാഡിൽ 21,500 സപ്പോർട്ട്. നമ്മൾ സപ്പോർട്ട് കുറച്ച് ഇറക്കാണ്. ഈ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ബിക്കോസ് നമുക്ക് ടേൺ ആവും എന്ന് തന്നെ പറയാൻ പറ്റാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആൻഡ് 22,000 നമുക്ക് റെസിസ്റ്റൻസ്. 21,800 ഞാൻ ഡിലീറ്റ് ആക്കാണ്. സ്ട്രാഡിലുണ്ട് 21,700 സപ്പോർട്ട് 21,500 ആൻഡ് റെസിസ്റ്റൻസ് 22,000. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മീൻസ് ഓവറോൾ മാർക്കറ്റിൻ്റെ സെറ്റപ്പ് വന്നേക്കുന്നത്. ആൻഡ് നാളത്തെ കാര്യങ്ങൾ, നാളെ മാർക്കറ്റ് എങ്ങനെയാണ് മീൻസ് ബെയറിഷ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ആൻഡ് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് നമുക്ക് പറയുന്നുള്ളത്. കാരണം നമുക്ക് ഇവിടെ കണ്ടില്ല, നമ്മൾ എവിടെയും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മീൻസ് ഒരു ബിൽഡിംഗ് എവിടെയും കാണാൻ കഴിയുന്നില്ല. എനിവേ 45 കുറച്ചൊരു സപ്പോർട്ടാണ് കയറി നിൽക്കുന്നത്. ബട്ട് അതിൻ്റെ അടിയിലേക്കൊന്നും സപ്പോർട്ട് കാണുന്നില്ല. ബാങ്ക് നിഫ്റ്റി ശരിക്കും കുറച്ച് നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ OA ചാർട്ട് തരുന്നത്. ബാങ്ക് നിഫ്റ്റി അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ ഡിലീറ്റ് ആക്കാണ്. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി ഓവറോൾ നമുക്ക് പിടുത്തം തരാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിവേ 45,000 നമുക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു കോളും ആൻഡ് മീൻസ് ഒരു സ്ട്രാഡിൽ പോലെ ഉണ്ട് അവിടെ. അതൊരു നല്ല ഹോപ്പാക്കി വെക്കാം. ബിക്കോസ് ഇനി നാളെ നമുക്ക് നല്ല രീതിയിൽ കോള് ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് മീൻസ് കുറച്ചുകൂടി ഹോപ്പാണ്. ബിക്കോസ് 0.8 ആണ് PCR ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി നല്ല ബിയറിഷിൽ തന്നെയാണ്. എനിവേ നമുക്കിനി നാളെ മുതൽ ബാങ്ക് നിഫ്റ്റിയുടെ കുറച്ചും കൂടി ഇതാവും. മീൻസ് എന്താ പറയുക, ബാങ്ക് നിഫ്റ്റി വെനസ്ഡേ ഉള്ള എക്സ്പയറി. സോ ബാങ്ക് നിഫ്റ്റിക്ക് നാളെയും കൂടി കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ നാളെ കുറച്ചും കൂടി നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സോ അപ്പോൾ അതാണ് ഓവറോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് അനാലിസിസ് പറയാനുള്ളത്. ദെൻ FIDA ഡാറ്റ നോക്കാൻ നേരത്ത് അൾട്ടിമേറ്റ്ലി ബിയറിഷ് ആണ്. FIS ഇന്നലെ ബിയറിഷ് ആയതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. FIS സ്ട്രോങ് ബിയറിഷ് ആണ്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നല്ല രീതിയിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിലും മൈൽഡ് ബിയറിഷിലേക്ക് വെക്കുന്നു. ഇന്നലെ രണ്ടും പോസിറ്റീവ് ആയിരുന്നു, പ്രോ ഒക്കെ. ബട്ട് ഇന്ന് നോക്കുമ്പോൾ സ്ട്രോങ് ബിയറിഷ് FIS സ്റ്റിൽ കണ്ടിന്യൂ ആ പൊസിഷനിൽ തന്നെയാണ്. ആൻഡ് പ്രോയും കൂടി നമുക്ക് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ക്ലയന്റ് ആണ് കുറച്ചൊരു ബുള്ളിഷ് സൈഡിലേക്ക് വന്നേക്കുന്നത്. ദെൻ ഇനി നമുക്ക് FNO ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു കുറച്ചൊരു ബിയറിഷിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് കാണാം രണ്ടും കോൾ ചേഞ്ച് ആൻഡ് പുട്ട് വന്നേക്കുന്നത് ബിയറിഷ് ആയിട്ടാണ് വന്നേക്കുന്നത്. സോ അത് നമുക്ക് ബിയറിഷ് സെന്റിമെന്റ് ആയിട്ട് വരണം. ദെൻ FIXന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും സെല്ലിംഗ് വരുന്നുണ്ട്.
-12,000 ഒരു സെല്ലിങ് കാണാം. ആൻഡ് OI ഓപ്ഷൻസിലാണെങ്കിൽ OIയിലും നമുക്ക് നല്ല ബിയറിഷ് ആയിട്ട് തന്നെ കാണാം. കോൾ ചേഞ്ച് വരുന്നത് -14ഉം പുട്ട് ചേഞ്ച് വരുന്നത് നല്ല രീതിയിലാണ്. ബിക്കോസ് 1.61 lakh ആണ് പുട്ട് ചേഞ്ചും വരുന്നത്. ആൻഡ് ഓൾറെഡി അത് ബിയർ സൈനിലേക്ക് പോയിട്ടുണ്ട്. ദെൻ FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ ഓയിലാണെങ്കിൽ -92 മേളിൽ സെല്ലിങ് വരുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ മീൻസ് ബിയറിഷ് ആണ്. FI ഡാറ്റ തരുന്നത് ക്യാഷ് മാർക്കറ്റിൽ ഹ്യൂജ് സെല്ലിംഗ് ബൈ FIs ആണ് 4,000. ആൻഡ് സെയിം കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ആവാൻ വേണ്ടി DISന്റെ ബൈയിങ് ഉണ്ട് 5,000 crore പ്ലസ് ഉണ്ട്. എനിവേ ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്കൊരു ബിയറിഷ് സെന്റിമെന്റ് ആയിട്ട് തന്നെ കാണാൻ കഴിയുന്നുള്ള FIs നല്ല രീതിയിൽ ബിയറിഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിംഗിൽ നോക്കാം. 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഏത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിഫ്റ്റി നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് തന്നു. ദെൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെയും ഒരു ഡൗൺ, പിന്നെ ഹൈ ലോ, പിന്നെ ഒരു ഹൈ ലോ ആണ് ഇപ്പൊ തന്നേക്കുന്നത്. നമുക്ക് ഈ ഒരു ലോയാണ് നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുന്നത്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ, അതായത് 21,500 ക്രോസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു റെഡ് ക്യാൻഡിലും അതിനനുസരിച്ച് ഫോളോ അപ്പ് ഇല്ലാത്തൊരു ക്യാൻഡിലാണെങ്കിൽ നമുക്ക് നല്ലൊരു ബൈ സോൺ ആയിട്ട് നിഫ്റ്റിനെ കണക്കാക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇനി മോർ ഫാളോ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ബിക്കോസ് ഇനി 21,500 ആണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനോ എന്തുവാണെങ്കിലും നമുക്ക് ഈ ഒരു റേഞ്ച് ആയിരിക്കും മിക്കവാറും ഹോൾഡ് ചെയ്യുന്നത്. എനിവേ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. 21,500 തന്നെയാണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽ 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക. ദെൻ ബാങ്ക് നിഫ്റ്റി കുറച്ചും കൂടി നമ്മൾ പറഞ്ഞ മാതിരി ബാങ്ക് നിഫ്റ്റിയും ഒരു ലാസ്റ്റ് റീസെൻ്റ് ചെയ്യുന്ന ഒരു ലോ, പിന്നെ ഒരു ഹൈ എടുത്ത് പിന്നെ ഒരു ലോ ആണ്, പിന്നെ ഈ ഹൈ. ബിക്കോസ് ഈ ഒരു ലോ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവിടെ മേളിലേക്ക് വന്നേക്കുന്നത്. ദെൻ ഈ ഒരു ലോയിലും എന്താക്കുന്നില്ല, ഇവിടെ മീൻസ് ഇവിടെ സപ്പോർട്ട് എടുക്കും, ഇവിടെ നമുക്ക് റിവേഴ്സ് കിട്ടും എന്നാണ് വിചാരിച്ചത്. ബട്ട് അത് എടുത്തിട്ടില്ല. ആൻഡ് സ്റ്റിൽ അവിടുന്ന് താഴേക്കാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി വന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി ബിക്കോസ് ബാങ്ക് നിഫ്റ്റി ഒരു ബിയറിഷിലേക്ക് വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കൺഫർമേഷൻ ക്യാൻഡിലും കൂടി ഒന്ന് വരാനുണ്ട്. ബിക്കോസ് താഴെ തന്നെ ഇപ്പോൾ വിക്കായിട്ടുള്ള ക്യാൻഡിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് 2 ക്യാൻഡിലും ഒരു വിക്കായിട്ട് തന്നെയാണ്. ഇപ്പോൾ ഫോളോ അപ്പ് ക്യാൻഡിൽ ഇവിടെ നിന്ന് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഹാമർ പാറ്റേൺ ക്യാൻഡിൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് തന്നെ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി പ്രതീക്ഷിക്കാം. സോ അപ്പോൾ എപ്പോഴും പ്രൈസ് ആക്ഷനിൽ നോക്കുക. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ലോയും ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു സപ്പോർട്ടിൽ നിന്നാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി നല്ല ബുള്ളിഷ് ആവാനും ചാൻസ് ഉണ്ട്. ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയുടെ PCR ഇൻഡിക്കേറ്റ് ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് തന്നെയാണ്. അത് അപ്പോൾ മീൻസ് മാക്സിമം എല്ലാവരും പ്രൈസ് ആക്ഷനും കൂടി നോക്കിയതിന് ശേഷം മാത്രം പൊസിഷൻസിൽ കയറാൻ നോക്കുക. ആൻഡ് നമ്മൾ എപ്പോഴും പറയണ മാതിരി നമ്മുടെ ചാനലിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് ലൈവായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും. ആൻഡ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാനും നോക്കുക. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത്. ആൻഡ് നിഫ്റ്റി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സും കൂടിയാണ് നമ്മൾ എപ്പോഴും മീൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതും കൂടി നിങ്ങളായിട്ടാണ് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് അതോടൊപ്പം നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്തും ചോദിക്കാം. ആൻഡ് എല്ലാവരും നല്ല രീതിയിലുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇത് എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി മീൻസ് എന്താ പറയുക, നല്ല രീതിയിൽ ഇനിയും ബിൽഡ് ചെയ്യാനുണ്ട് എന്നറിയാം. സോ നമുക്ക് ഇനിയും കുറച്ച് നല്ല രീതിയിലൊക്കെ ആക്കാം. അതിന് എല്ലാവരും ഒരു ഹെൽപ്പ് വേണം. നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.